സംസ്ഥാനത്തെ മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച തൂഫാൻ പദ്ധതിക്ക് പിന്നാലെ അഴിമതി തുടച്ചു നീക്കാൻ പുതിയ പദ്ധതിയുമായി വിജിലൻസ്. പ്രൊജക്ട് സീറോ വിജിലൻസ് സിവിൽ എന്നാണ് പുതിയ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. അഴിമതിക്കാരെ കയ്യോടെ പിടികൂടാനാണ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചതെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അഴിമതികൾ വിജിലൻസിനെ അറിയിക്കാൻ പുതിയ ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1064 എന്ന നമ്പറിൽ വിളിച്ച് അഴിമതിക്കാരുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നവരുടെ വ്യക്തിവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും. അഴിമതിരഹിത സമൂഹം സൃഷ്ടിക്കുന്നതിൽ സംസ്ഥാനത്തെ യുവാക്കളുടെ പങ്കാളിത്തമാണ് ആഭ്യന്തര വകുപ്പ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി ചലച്ചിത്ര താരം നിവിൻ പോളിയെ ആദ്യ വിസിൽ കമാൻഡോയായി തീരുമാനിക്കുകയായിരുന്നു. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി ശില്പശാലകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിജിലൻസ് മാനുവൽ കാലോചിതമായി പരിഷ്കരിക്കുന്നു. 2025 സംസ്ഥാനത്തൊട്ടാകെ 57 ട്രാപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും ഉൾപ്പെടെ 76 പേരാണ് പിടിയിലായത്. വിവിധ സർക്കാർ വകുപ്പുകൾ പരിശോധിച്ചതിൽ ഏറ്റവും കൂടുതൽ കൈക്കൂലിക്കാർ പിടിയിലായത് റവന്യൂ വകുപ്പിലാണ്. ഈ വകുപ്പിൽ മാത്രം 20 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 12 കേസുകളും പോലീസ് വകുപ്പിൽ 6 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ പിടിയിലായത് എറണാകുളം ആസ്ഥാനമായുള്ള മധ്യമേഖലയിലാണ്. 2025 28 കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത്. കോഴിക്കോട് ആസ്ഥാനമായി വടക്കൻ മേഖലയിൽ 15 കേസുകൾ എടുത്തപ്പോൾ കോട്ടയം ആസ്ഥാനമായുള്ള കിഴക്കൻ മേഖലയിൽ 9 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ആസ്ഥാനമായ തെക്കൻ മേഖലയിൽ 5 കേസുകൾ മാത്രമാണ് വിജിലൻസിന് എടുക്കാനായത്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ട്രാപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ് എന്നത് ശ്രദ്ധേയമാണ്. ട്രാപ്പ് കേസുകൾക്ക് പുറമെ അഴിമതി തടയാൻ വിപുലമായ അന്വേഷണങ്ങളാണ് വിജിലൻസ് നടത്തിവരുന്നത്. 2026 മാത്രം 201 വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. കൂടാതെ 300 പ്രാഥമിക അന്വേഷണങ്ങളും 136 രഹസ്യാന്വേഷണങ്ങളും 57 വിജിലൻസ് അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതി 11 മണിയോടെ നിലവിൽ വരികയായിരുന്നു. അതേസമയം കേരളത്തിലെ ലഹരി ശൃംഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ ശക്തമാവുകയാണ്. അധ്യാപികമാർ ഉൾപ്പെടെ MDMA കേസിൽ ഒരു അധ്യാപികയെ കൂടി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ കുട്ടോത്ത് സ്വദേശിനി വലിയപറമ്പിൽ PV നീഷ്മ ആണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻതോതിൽ ലഹരിയുമായി അറസ്റ്റിലായ താൽക്കാലിക അധ്യാപികമാരായ KC കീർത്തന, K കാവ്യ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീഷ്മയെ പോലീസ് വലയിലാക്കിയത്. കേസിൽ കൂടുതൽ പേർ കണ്ണികളായിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് വടകര റൂറൽ SP നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. തുടർച്ചയായി 3 അധ്യാപകന്മാർ ലഹരി കേസിൽ അറസ്റ്റിലായത് പ്രദേശത്തെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. ആവശ്യക്കാരെ നേരിട്ട് കാണാതെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇവർ ലഹരി മാഫിയയുടെ ബന്ധം പുലർത്തുന്നത്. ലഹരി കൈമാറുന്നതിനും പണം വാങ്ങുന്നതിനും ഡിജിറ്റൽ മാർഗങ്ങളാണ് സംഘം ഉപയോഗിച്ചിരുന്നത്. നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വൻതോതിൽ ഡ്രഗ് മണി എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.